ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. നമ്മളെവിടെ പോവാ? പാറപ്പള്ളിയിൽ ധ്യാനത്തിൽ പോവാ. അത് അടിപൊളിയായിരുന്നല്ലേ. അറ്റ്മോസ്ഫിയറിനെയാണെന്ന് തോന്നുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് തനിയെ മാറും. ശരിക്കും ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു, കാരണം എനിക്കൊന്നും വാങ്ങാനൊന്നുമില്ല. അപ്പോൾ പക്ഷെ വെറുതെ 24 ആ ബ്ലൂ ജാക്കറ്റ് കണ്ടോ, എനിക്കുള്ളത് ഈ ജാക്കറ്റിനെ പട്ടിക്കിടാൻ. എനിക്കുണ്ടല്ലോ ഉറക്കം വരിക ഈ സൂപ്പിൻ്റെ കൂടെ. എൻ്റെ ഉറക്കം അങ്ങോട്ട് താഴത്തേക്ക്. ഇതുണ്ട് പേസ്റ്റല്, പിന്നെ കടുക് താളിക്കാനുള്ളതാ. ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബാനി. ഷീ ഈസ് മൈ പ്ലം പാറ്റി. ഗുഡ് മോർണിംഗ്. അത് കുന്തം. അപ്പനും മോളും എണീറ്റ് പോക്കോ, ഞാനില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അയ്യേ, ഇതെന്നെ പശുവാണോ? പശു, ബെനി പശു. സമയം നോക്ക്, 5:45 ഉള്ളൂ. നേരം പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ. ബെനി ലൈറ്റ് ഇട്ടേ, ബെനി സ്വിച്ച് ഇടേ. കാണാം. എൻ്റെ അടുക്കളയുടെ കോലം കണ്ട് നിങ്ങളാരും ഞെട്ടരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ന്യൂസിലാൻഡിൽ ഇങ്ങനെ നേരം വെളുത്ത് വന്നേ ഉള്ളൂ കണ്ടോ. രാവിലെ എങ്ങനെയാണ് ന്യൂസിലാൻഡിരിക്കുന്നത് അല്ലേ? നല്ല രസമുണ്ടോ കാണാൻ? ക്ഷീണിച്ച് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ കോലം ഇതാണ്. നമുക്ക് ആദ്യം തന്നെ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം, എന്നിട്ട് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചങ്ങ് തുടങ്ങാം. ബെനി ബേബിക്ക് ഇച്ചിരി പാലും മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. ബെനി ഇങ്ങ് നോക്കിക്കേ, ഇങ്ങ് നോക്ക്. ബെനി കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് അവിടെ കയറി ഇരിക്കുകയാണ്. ബെനി ഇന്നലെ 5:30 ആയപ്പോഴത്തേക്ക് ഉറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരു 10-12 മണിക്കൂർ ഉറങ്ങി. ഒരു 5:30 ആയപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഡിന്നർ കഴിക്കാതെയാണ് അവൾ ഇന്നലെ കിടന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ? അല്ലേ ബെനി? ബ്രെഡ് എടുത്തു. ഇനി ബട്ടർ എടുക്കാം. ബെനിക്ക് ആങ്കറിൻ്റെ ബട്ടറും ബ്രെഡ് ടോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. എവിടെയാ ബ്രെഡൊക്കെ കഴിച്ചിട്ട് ടോയ്സൊക്കെ എടുത്ത് കളി തുടങ്ങി ഇന്ന്. വെരി ഗുഡ്. കുറച്ച് നേരമായിട്ട് ഒരാളുടെ അനക്കം തീരെയില്ല. അപ്പം ഞാനാണെങ്കിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നേ. വന്ന് നോക്കുമ്പോണ്ടല്ലോ എൻ്റെ പാവം കിടന്ന് ഉറങ്ങണ കണ്ടോ. അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഗീ റൈസ് തട്ടിക്കൂട്ടി അങ്ങോട്ട് വെച്ചു. അതിൽ ഭയങ്കര അടിപൊളിയായിട്ട് റെസിപ്പിയൊക്കെ നോക്കി അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു ലഞ്ച് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു തട്ടിക്കൂട്ട് ഗീ റൈസ്.
പിന്നെ ബെനി ബേബിയുടെ ബർത്ത്ഡേക്ക് BDF വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് ഫ്രീസറിൽ മാറ്റി വെച്ചായിരുന്നു. അതുകൊണ്ടൊരു ബീഫ് പെരട്ട് കറിയും കൂടെ വെച്ചു, കൂടെ ഒരു സാലഡും ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇറ്റാലിയൻ ഹെർബ്സിന് എന്താ സർലാസിൽ കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഇറ്റാലിയൻ ഹെർബ്സ് അല്ല. ഞാൻ ഇറ്റാലിയൻ ഹെർബ്സ് വാങ്ങിച്ച ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ജീരകം പൊടിച്ച് അതിനകത്ത് ഇട്ട് വെച്ചതാണ്. അപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിനകത്ത് ഇറ്റാലിയൻ ഹെർബ്സ് അല്ല ജീരകമാണെന്നുള്ളത്. ഞാൻ സർലാസ് ഉണ്ടാക്കുന്ന ഒരു സൈഡിൽ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വരണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. സാലഡ്, പിക്കിൾ, അച്ചാറ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. ഗീ റൈസ് ഏതാ? ഗീ റൈസ് കഴിച്ചോ ആ കഴിച്ചോ. ഗീ റൈസ് വീഡിയോ എടുക്കാനായിട്ട് ബെനീനെ ഞാൻ കെഞ്ചി വിളിക്കുകയാണെങ്കിൽ അവൾ വരത്തില്ല. കാരണം ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചത്ര, സ്റ്റാൻഡിൽ ഫോൺ വെക്കുകയാണെങ്കിൽ വരുള്ളൂ, ഇൻട്രൊഡക്ഷൻ പറയുള്ളൂ എന്ന്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാനില്ലേ, അതിനാ നീ ഇല്ലാത്ത കാരണം എന്നാ നീ ഇല്ലാത്തതിൻ്റെ? അതൊന്നും അല്ല, അത് വൈഫൈ ഓഫ് ചെയ്തു. നല്ല കാര്യം. ഞങ്ങളുടെ മുൻവശത്തുള്ള വീടാണ്. ഞങ്ങളുടെ വീടും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ അഞ്ജലീനെ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുകയാണ്. അഞ്ജലി ഒന്ന് പെട്രോൾ അടിക്കാനായിട്ട് വെളിയിലേക്ക് പോയി അവളുടെ കാറിൽ. അഞ്ജലി എവിടെ പോയിക്കായിരുന്നു? കേമാർട്ടിൽ പോയോ? എവിടെ പോവാ? നമ്മളിപ്പോ എവിടെ പോവാ? ഐസ് ഗൈസോ? ഐസ് ഗൈസ് അല്ല, ഹേ ഗൈസ്, ഐസ് ഗൈസ്. അഞ്ജലി ഉണ്ട്, അവിടെ ഉണ്ട്, നമുക്ക് പോകാം. ബെഞ്ചമിനും ഉണ്ട്. ബെഞ്ചമിൻ ഒരു ഹായ്ക്ക് പറ. ബെഞ്ചമിനൊക്കെ ഫാൻ ബേസ് കൂടും. ബെഞ്ചമിന്റെ ഈ എന്താ പറയണേ, താടിക്ക്, വെട്ടാത്ത താടിക്ക്. വാവ്, ന്യൂസിലാൻഡിലെ ആകാശം കണ്ടോ? ഓരോ സമയത്ത് ഓരോ കളറുള്ള ആകാശമാണ്. നീലാകാശം തിലകക്കുടി ചാർത്തി ഒരുങ്ങിയ പെണ്ണ് എന്ന് പറയാൻ നീലാകാശമില്ല. നല്ല രസമല്ലേ കാണാൻ? ഇതിനകത്തൂടെ കാണുമ്പോൾ നല്ല രസം, നേരിട്ട് കാണുമ്പോൾ ഒരു ചപ്പും ചവറും പോലെ. ബെനി ബേബി വലുതാകുമ്പോൾ പഠിക്കേണ്ട സ്കൂളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ബെനി ഇതിന് പാംസ്റ്റൺ നോർത്ത് ഇന്റർമീഡിയറ്റ് നോർമൽ സ്കൂൾ. വാവ്, ബെനി നമ്മൾ എത്തിപ്പോയി. എവിടെയാണ് എത്തിയത്? ഇത് എവിടെയാ ബെനി? പ്ലാസ. പാസയല്ല, പ്ലാസ. ഈ പ്ലാസ എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ് നമ്മുടെ Kmart എന്ന് പറയുന്നത്. ഞാൻ ഇന്നാള് പറഞ്ഞ പാവങ്ങളുടെ പറദീസയായ ഷോപ്പിംഗ് മാൾ. സകലമാന ചൈനീസ് സാധനങ്ങളും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു സ്ഥലമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, പക്ഷെ അഫോർഡബിൾ പ്രൈസ് ഒന്നുമല്ല. നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറി. പാർക്കിങ് കിട്ടിയാൽ നല്ല ഭാഗ്യം. ഇഷ്ടംപോലെ. ഇന്ന് സൺഡേ ആയിട്ട് തന്നെ ആരും ഇഷ്ടം പോലെ, സൺഡേ ഈവനിങ് ഒക്കെ ആൾക്കാർ ഷോപ്പിങ്ങിനൊന്നും വരത്തില്ലായിരിക്കും. ഞങ്ങൾ ഷോപ്പ് ചെയ്യാനൊന്നും വരുന്നതല്ല, ഞങ്ങൾ വെറുതെ ഒരു നേരം പോക്കിന് വരുന്നതാ. കയ്യിൽ നയാ പൈസ ഇല്ല. കണ്ടോ, നമ്മളങ്ങനെ അതിൻ്റെ എൻട്രിയുടെ അവിടെ എത്തി. നമുക്ക് എൻട്രിയുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞി പാർക്കിംഗ് ഒക്കെ കിട്ടി. ഇതാ കാണുന്ന വൂൾവർസും ഒരു സൂപ്പർ മാർക്കറ്റാണ്. അത് ഗ്രോസറി എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മളിടയ്ക്ക് നമ്മുടെ വാക്കൻസിയിൽ പോവും, ചിലപ്പോൾ നമ്മൾ വൂൾസ്വർത്തിലും പോവും. ഓ, ബെനി ബാഗൊക്കെ തൂക്കിയാണോ? ബെനിയുടെ ഷോപ്പിങ്ങിനുള്ള ബാഗ് ബെനിയുടെ കയ്യിലുണ്ട്.
ഇതേതാ ബെനി? ഈ ബാഗ് ബെനി ഗോവയിൽ നിന്ന് മേടിച്ചതല്ലേ? ഇതാരാ മേടിച്ചേ? ഇതാര് മേടിച്ചെന്നാ? അമ്മ മേടിച്ചതെന്നാന്ന് പറയടി. അമ്മാമ്മയോ? ബെനി പിണങ്ങി. വണ്ടി വണ്ടിയിലിരിക്കണം. എന്നെ സമയമായോ? ഉണ്ടെങ്കിൽ വാങ്ങാം. ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ന് വരത്തില്ലായിരിക്കുന്നതാണേ. ഇതെന്നാ? ബെഞ്ചമിൻ KMRT കയറാതെ പോകുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി അവളെ കറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ പോയത്. കുഞ്ഞ് സന്തോഷമൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മ പറഞ്ഞ KMart. ഒരു സൈഡിൽ ക്ലോത്ത്സ്, ഒരു സൈഡിൽ ക്രോക്കറീസ്. കണ്ടോ, ഈ സൈഡിൽ ഫുള്ള് ക്രോക്കറീസാണ്. വാവ്, എൻ്റെ പൊന്നെ, നല്ല ബ്യൂട്ടിഫുൾ കപ്സ്. ഇതിന് എത്രയാടി? ഇത് 6 പക്ഷെ അവിടെ നോക്ക് $1.50. കണ്ടോ? കപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കണുണ്ട്, ഇരിക്കുന്നുണ്ടോ? വാവ്, ബെനി ആസ് യൂഷ്വൽ ഇവിടെ വരുന്നവരെ ഇത് നമ്മൾ എടുക്കണം, എന്നിട്ട് പിന്നെ അതിനകത്തുനിന്ന് ചാടി ഇറങ്ങണം. വാ, ക്യൂട്ട് ആൻഡ് കൂൾ. നല്ലൊരു കുപ്പി. ബെനിക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഒരു കുഞ്ഞിതൊക്കെ മേടിച്ചാലോ? ഇത് രസമല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനായിട്ട്? നമ്മൾ അറിയാതെ വന്നങ്ങ് വാങ്ങിച്ചു പോകും, നമുക്കൊരാവശ്യം ഉണ്ടാകത്തില്ല. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന എനിക്ക് എന്നാ തന്നെ ഇതൊക്കെ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് കാണുമ്പോൾ വാങ്ങാൻ തോന്നും. ഇതുണ്ട് പേസ്റ്റല്. പിന്നെ കടുക് താളിക്കാനുള്ളതാ. പക്ഷെ ഇവർക്ക് ഇതിന് കടുക് താളിക്കലുണ്ടോ ഈ ഇംഗ്ലീഷുകാർക്ക്? എഗ് ബുൾസൈ പാനാന്ന് തോന്നുന്നു. കണ്ടോ, ബുൾസൈ പാൻ. ഈ സൈഡിലാണെങ്കിൽ പല തരത്തിലുള്ള പാത്രങ്ങൾ. ബെനി ബേബി ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടോ, വിൻ്റർ ക്ലോത്തുകളുടെ ഒരു കമനീയ ശേഖരം. പക്ഷെ നമ്മൾ ഇത് വാങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് ആണ് വന്നിരിക്കുന്നത്. നമ്മളിതിലൊന്നും കണ്ട് മഞ്ഞളിച്ച് വീഴത്തില്ല എന്നുള്ളൊരിതിലാണ് നമ്മൾ വന്നേക്കുന്നത്. ക്യാൻഡിൽസ് കണ്ട എന്തോ ഡെക്കോറേറ്റാന്ന് തോന്നത്തില്ല. ഇതൊക്കെ പെർഫ്യൂംഡ് ക്യാൻഡിൽസ് കേട്ടോ. നമുക്ക് വീട്ടിൽ ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട് ലൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും.
വാട്ട് ഈസ് ദിസ്? $3 എല്ലാ സാധനവും തീർന്നു അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങാൻ വേണ്ടി വന്നല്ല, പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സുഖം. ഇതുണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? ഇതൊക്കെ ടോയ്സാണ്, പക്ഷേ ഇതൊന്നും കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് അല്ല, പട്ടികൾക്കും പൂച്ചകൾക്കും കളിക്കാനുള്ള ടോയ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മളൊരു തത്തമ്മേനെയും വെച്ച് കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ കളിക്കാൻ ടോയ്സൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇത് കണ്ടോ, ഈ ജാക്കറ്റൊക്കെ ഫുള്ള് പട്ടി ജാക്കറ്റുകളാണ്. ആ ജാക്കറ്റ് ബെന്നിയുടെ ജാക്കറ്റ് അല്ലേ? അതെ അതെ, ആ ബ്ലൂ ജാക്കറ്റ് കണ്ടോ, ബെനിക്കുള്ളത് ഈ ജാക്കറ്റിനെ പട്ടിക്കിടാൻ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, ഒരു ട്രൈപോഡ് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി ട്രൈപോഡ് ഉണ്ട്, ബട്ട് അതിനേക്കാളും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എൻ്റെ കിച്ചണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഞ്ചമിൻ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണോ എന്ന് ആലോചിച്ച് മടിച്ചാണ് വന്നത്. പക്ഷേ ഇതിനകത്തൂടെ ഒന്ന് നടന്നപ്പോഴത്തേക്ക് ഭയങ്കര ആശ്വാസം. ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കച്ചടവോടുകൂടി ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് വന്നപ്പോൾ ഒന്ന് നടന്നപ്പോൾ ഉറക്കമെല്ലാം പോയി. ഇങ്ങനെ ഈ കുറേ നല്ല നല്ല സാധനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്, അതായത് ആ അറ്റ്മോസ്ഫിയറിനെയാണെന്ന് തോന്നുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റ് തനിയെ മാറും. ശരിക്കും ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു, കാരണം എനിക്കൊന്നും വാങ്ങാനൊന്നുമില്ല. അപ്പോൾ പക്ഷെ വെറുതെ 24 മണിക്കൂറും വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് ഇതിനകത്തൂടെ നടന്നു കഴിഞ്ഞപ്പം എന്തോ ഒരു എല്ലാം പുതിയ സാധനങ്ങൾ ഫ്രഷാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു സുഖം. നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ മടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങും പോകാൻ കാണത്തില്ല, കയ്യിൽ പൈസ കാണത്തില്ല. കാരണം ഇപ്പോൾ നാട്ടിലൊക്കെ KSRTC ബസ്സൊക്കെ ഫ്രീ ആണല്ലോ. വെറുതെ കയറി ഇങ്ങോട്ട് പോവുക, ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിനുള്ളിലൂടെയൊക്കെ വെറുതെ നടക്കുക, ഒന്നും വാങ്ങണ്ട. നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ്, ഒരു ഫ്രഷ് എയർ, വീടിൻ്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങി ഇച്ചിരി ഫ്രഷ് എയർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. കണ്ടോ, ബെനി എടുത്തിട്ടൊരു ടോയാണ്, കറക്റ്റ് 3+. അതൊക്കെ എങ്ങനെ അറിയാമോ ഇത്? അതിൻ്റെ ഉപയോഗം എന്നാന്ന് പോലും അറിയത്തില്ല. ഞാനിങ്ങനെ കഥ പറഞ്ഞ് നടന്ന് പോയപ്പോഴത്തേക്ക് അഞ്ജലിനെ മിസ്സായി. കാരണം ഇത് മിസ്സാകലൊന്നുമില്ല, ഇതിനകത്ത് തന്നെ ഉണ്ട് ഇത്. എന്നാലും നോക്കത്താ ദൂരത്തോളം സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ആളെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കണ്ടു അവളെ. ഞാൻ അവളെ തപ്പി പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവളിവിടെ, അഞ്ജലി ഞാൻ നിന്നെ കണ്ടു, എന്നിട്ട് ഞാൻ അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. വെബ്സൈറ്റിൽ കാണുന്ന ഓഫറൊന്നും ഇല്ല. ഇത് പിള്ളേർക്കുള്ള സാധനങ്ങളുടെ ഒരു കമനീയ ശേഖരമാണ്. ടോയ്സിന് ടോയ്സ്, ബാഗിന് ബാഗ്, വാട്ടർ ബോട്ടിൽ, ഷൂവിന് ഷൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്നാത്തിനാ എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തത്രേ സാധനങ്ങൾ ഇവിടെ അവൈലബിളാണ്. എനിക്ക് ചൈൽഡ് കെയറിലിടാനായിട്ട് കുറച്ച് സോക്സ് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കണ്ടോ, സോക്സുകളുടെ കമനീയ ശേഖരമാണ്. പക്ഷേ എന്തിട്ട് കൊടുത്താലും അതിനകത്ത് മൊത്തം ചെളി തേച്ച് കുഴച്ച് പിടിച്ചോണ്ടേ വരുള്ളൂ. കണ്ടോ, ഇതിലേത് വാങ്ങണോടി? ഇതെല്ലാം ഒറ്റ ഇതാന്ന് തോന്നുന്നു. മൾട്ടി കളർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്, ഇപ്പം അങ്ങനെയില്ല. തിരിച്ചു വയ്ക്ക്. ഇത് വീട്ടിലുണ്ട്. മര്യാദക്കാണെങ്കിൽ വൂൾസ്വർത്തിൽ കയറി എന്തെങ്കിലും വാങ്ങിച്ചു തരാം. കണ്ടോ, ഇന്ന് സൺഡേ ഈവനിങ് ഇവിടെ ഫുഡ് കോർട്ട് ഭയങ്കര എംറ്റിയാണേ. ആളുകളൊക്കെ സൺഡേ ഈവനിങ് 5 മണി ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് പിന്നെ വെളിയിലൊന്നും ഇറങ്ങണം ഇവിടെയുള്ള ആളുകൾക്ക് തീരെ ആഗ്രഹമില്ല. എല്ലാവരും തന്നെ റെസ്റ്റ് മോഡില്ല. കാരണം പ്രത്യേകിച്ച് വിൻ്റർ ആകുമ്പോഴത്തേക്ക് 5 മണിയാകുമ്പോൾ ഇവിടെ അടയ്ക്കും. ഉണ്ടോ, ഇവിടെ ബാരിക്കേഡ് വെച്ചേക്കുന്നതുണ്ടോ? അതായത്
5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ് ആണ്. അങ്ങോട്ടുള്ള എല്ലാ ഷോപ്സും ക്ലോസ് ആണ്. അതുകൊണ്ട് ആൾക്കാർക്ക് കയറണ്ടെന്ന് വിചാരിച്ചേ. ഇത് ക്ലോസ് ആണോ? ഇങ്ങനെ നേരെ നടക്കാമല്ലോ അങ്ങോട്ട് അങ്ങറ്റം വരെ. ആ എൻഡിലേക്ക് നടക്കാമല്ലോടി. അവിടെയും ക്ലോസ് ചെയ്തോ? ഓ മൈ ഗോഡ്, ഇത് കണ്ടോ? 5 മണി ആയപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലോസ് ചെയ്തു. അതായത് 5 മണി കഴിഞ്ഞിട്ടൊരു ഷോപ്പിംഗ് കൾച്ചർ ഇവിടെ ഇല്ല. ബെനി ഇവിടെ കിടക്കുകയായിരുന്നേ. ബെനി വിചാരിച്ചു ഞങ്ങൾ വെളിയിലേക്ക് പോകാമെന്ന്. അതിലേക്കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കൗണ്ട് ഡൗണിൻ്റെ എൻട്രൻസിലൂടെ കയറി. കൗണ്ട് ഡൗൺ അല്ല, പണ്ട് ഇത് ഈ കടയുടെ പേര് കൗണ്ട് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ വൂൾസ്വർത്തായി. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് വൂൾസ്വർത്ത് എന്ന് പറയുന്ന കമ്പനി കൗണ്ട് ഡൗൺ ഏറ്റെടുത്തു. അപ്പോൾ ഇതിന് പേര് മാറ്റി. സോ ഞങ്ങൾ സ്റ്റിൽ കൗണ്ട് ഡൗൺ എന്നറിയാതെ പറഞ്ഞു പോകും. കാരണം ഇതിൻ്റെ കൗണ്ട് ഡൗൺ ഉണ്ട്, വൂൾസ്വർത്തും സ്റ്റിലുണ്ട്. ഹാഫ് കൗണ്ട് ഡൗൺ എന്ന പേരിലും ഹാഫ് വൂൾസ്വർത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ബെനി നോ വേറെ ചോക്ലേറ്റ് വാങ്ങാം. നോട്ട് ദിസ് വൺ. അമ്മ വേറെ ചോക്ലേറ്റ് കണ്ടെന്ന്. ബാ, അമ്മയുടെ അടുത്ത് പോയി ചോക്ലേറ്റ് മേടിക്കാം. ബാ. ഇതല്ല നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. കിൻഡർ ജോയ് മേടിക്കാം. കിൻഡർ ജോയ് മേടിക്കാം. എടുത്തു ബാസ്കറ്റിൽ കൊണ്ടുവരും. ബെനി, അഞ്ജലിക്ക് തരുമോ കിൻഡർ ജോയ്? തരില്ല. അതിൻ്റെ മണ്ടയിലിരിക്കൂല. ഞങ്ങള് വലിയ കാര്യത്തിൽ വന്നിരിക്കുന്ന ബ്രെഡ് മേടിക്കാൻ വേണ്ടി. ബ്രെഡിനാണോ ഇത്ര വലിയ ട്രോളിയൊക്കെ? ട്രോളിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ബ്രെഡ് മേടിക്കാനാണ്. നാട്ടിലെ ഒരു മോഡേൺ ബ്രെഡ്, പച്ചറൊട്ടി. പക്ഷെ ഇവിടെ പല വിലയ്ക്കുള്ള പല തരത്തിലുള്ള. മറ്റേ ബ്രിയോഷ് കൂടിയ ബ്രെഡിന് വേറെ സ്ഥലത്തുണ്ട്. ബ്രിയോഷ് ഒന്നും ഇവിടെ അല്ലല്ലോ വെക്കുന്നത്, ഫ്രണ്ടില് കണ്ടോ. ഇവിടെ $1 ബ്രെഡും ഉണ്ട്, $10 ബ്രെഡും ഉണ്ട്. $10 ഈ സെക്ഷനിൽ വേറെ സെക്ഷനുണ്ട്. നമ്മൾ വാങ്ങുന്ന ബ്രെഡ് അവിടെ ഉണ്ട്. അത് തീർന്നു. ഇതല്ലായിരുന്നോ? ഹീറോ ആയിരുന്നു അല്ലേ? ഗ്ലൂട്ടൻ ഫ്രീ ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഫ്രീ ഫ്രം ഗ്ലൂട്ടൻ. ആണ്ട പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞു. ബില്ല് പോലും അടിച്ചില്ല. ബെനി, നീ ക്യാമറയിൽ വരും. ബെനി ബില്ലടിക്കാതെ ഒരു സാധനം തിന്നാൻ പാടില്ല. ഓക്കെ. പക്ഷെ എൻ്റെ
മറ്റേ അതോ ആ ആ ആ പൊട്ടറ്റോ സ്ലൈസ് ആയിട്ടിരിക്കുന്നത് ഉണ്ട്, അതും 450. അതെടുത്തോ. വെഡ്ജസ് ഏതെങ്കിലും വാങ്ങിച്ചോ. ആ അതെടുത്തോ. പക്ഷേ അതിന് സാധാരണ ബ്രെഡല്ലേ, അത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന മറ്റേ ബ്രെഡാണ്. ഞങ്ങളിങ്ങനെ ഇതിനകത്തൂടെ ഡിന്നർ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മിക്കവാറും ലാസ്റ്റ് എന്തെങ്കിലും പന്നസാധനം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ക്രീം കോഫി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാറുണ്ട്. പിന്നെ ആങ്കറിൻ്റെ ഫ്രഷ് ക്രീം വാങ്ങിച്ചിട്ട് ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടിപൊളി കോഫി ആക്കിയിട്ട് കുടിക്കും. എടുത്തു ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. ഇതെവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ചാ? അതിന് മുമ്പേ കഴിച്ചു, ബില്ലടിക്കുന്നതിന് മുമ്പ്. നമ്മൾ കണ്ടില്ല. ബെഞ്ചമിനും ഒരു ക്രീം കോഫി ഫാൻ ആയതുകൊണ്ട് ബെഞ്ചമിന് ഇഷ്ടമാണ് അത് വാങ്ങുന്നത്. ക്രീം കോഫി ഇത് കണ്ടോ, ഫ്രീ ഫ്രൂട്ട് ഫോർ കിവി കിഡ്സ്. ഇതിനു മുന്നേ ഇത് ഫ്രീ ഫ്രൂട്ട് ഫോർ കിഡ്സ് എന്നായിരുന്നു. എന്തുകൊണ്ടത് കിവി കിഡ്സ് എന്നാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റേസിസം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു പക്ഷേ നമ്മുടെ ഫോറിനേഴ്സിൻ്റെ, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ഫോറിനേഴ്സിൻ്റെ ഒരു മാനേഴ്സില്ലായ്മ കൊണ്ടായിരിക്കും. കൊക്കോ അങ്ങനെ ഞങ്ങൾ കൗണ്ട് ഡൗണിൽ, അതായത് വൂൾസ് വർത്തിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്നു. അതെ അതെ, ഒരു ബ്രെഡ് വാങ്ങാൻ വന്ന ഞങ്ങൾ ഒരു പൂക്കാലം, ഒരു പൂ മാത്രം ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം മേടിച്ചിടന്നേ. പിനി ബേബിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിലാണ്. കണ്ടോ ഞങ്ങളുടെ മഞ്ഞക്കാറ്. ഈ മഞ്ഞക്കാറിന് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഞങ്ങൾ പാക്ക് ആൻഡ് സേവിൽ വന്നു. എന്നിട്ട് വലിയ കാര്യത്തിൽ സ്വന്തം തറവാട്ടിൽ പോകുന്ന പോലെ കയറി പോവാ. ട്രോളിയില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കേട്ടോ, കാരണം വിശക്കാൻ തുടങ്ങിയായിരുന്നു ചെറുതായിട്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഗ്യാരേജ് ഉള്ളത് കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മളെന്നും അത് സ്ട്രഗിൾ ചെയ്തല്ലേ കൊണ്ടുവരണം. ഞങ്ങളങ്ങനെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. നല്ല തണുപ്പാണ്. എന്നാൽ ഒരു ഡിന്നറിന് മുന്നേ ആയിട്ട് ഒരു ക്രീം കോഫി ഉണ്ടാക്കി കഴിക്കും, ഒരു ഫ്രഷ് ക്രീം കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഞാൻ ഷോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഫ്രഷ് ക്രീം എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ. ഒരു കിടുക്കാച്ചി കോഫി ആട്ടോ. വല്ലപ്പോഴൊക്കെ കുടിക്കാൻ നല്ലതാണ്, ഡെയിലി കുടിക്കാനായിട്ട് ഇത് അൺഹെൽത്തിയാണ്. പക്ഷേ ഒരു വൺസ് ഇൻ എ മന്തോ അങ്ങനെയൊക്കെ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നുമ്പോൾ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല.
ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുക. ബീറ്റ് ചെയ്യുക. മൈക്രോവേവിൽ വയ്ക്കുക. ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അങ്ങനെ വെച്ച് ഇനി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഞാൻ കുടിച്ച് നോക്കട്ടെ. മധുരം കുറവാണ്, പക്ഷെ ഓക്കെ. എങ്ങനെ ഉണ്ടടി? അല്ല അല്ലേ? ചൂടൊക്കെ കറക്റ്റാണോ? ഉണ്ടല്ലേ? ഇല്ല, ഞാനിട്ടില്ല. ഓക്കെയാണ്. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പഴങ്ങുപക്കം പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാറ്റം മറ്റേ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാൻ അഞ്ജലി ബെഞ്ചമിനും ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് ഞാൻ എയർ ഫ്രയറിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചൊരു കുഞ്ഞ് ഡിന്നർ അങ്ങ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. ഞങ്ങൾക്ക് ഇത് തന്നെ തടി ലാം ഷോൾഡറോ? ലാം ഷോൾഡറാണ്. പിന്നെ പൊട്ടറ്റോ വെഡ്ജസും ഒരു തായ് എന്നതാണ് റെഡ് കറി സൂപ്പും. കഴിക്കാം. ബെനി ബേബി, എനിക്കുണ്ടല്ലോ ഉറക്കം വരിക ഈ സൂപ്പിൻ്റെ കൂടെ. എൻ്റെ ഉറക്കം അങ്ങോട്ട് താഴത്തേക്ക് പോകുന്ന പോലെ തോന്നുന്നു. ഉറങ്ങി അങ്ങനെ വീണ് പോകും. ചില ഈ ബെനിയൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് നമുക്ക് ഉറക്കം വന്നു ഫുഡ് കഴിച്ചിട്ട്. അപ്പം നമ്മൾ ഉറക്കം കളഞ്ഞ് പോയല്ലോ. അപ്പോൾ സൺഡേ വിശേഷങ്ങൾ കഴിഞ്ഞു. ബൈ ബൈ.